ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് പാസ്റ്റർ സജി പള്ളിക്കുന്ന്. ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോഴായിരിക്കുന്നത്. ഞാനിപ്പോൾ ഷീജ KM-ൻ്റെ അവരുടെ ഒരു ബന്ധുവീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. വളരെ സന്തോഷമെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് മരിച്ചു പോകുമെന്ന് പറയുകയും മരിച്ചു എന്നുള്ള നിലയിൽ ഡോക്ടേഴ്സ് എടുത്ത് കയ്യിൽ കൊടുക്കുകയും ചെയ്ത ഒരു കുഞ്ഞിനെ ദൈവം രക്ഷപ്പെടുത്തി. വളരെ പ്രയാസത്തിൻ്റെ അനുഭവത്തിലൂടെ പോയി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. 3 മാസം ആശുപത്രിയിൽ കുഞ്ഞ് കിടക്കുകയായിരുന്നു. പിന്നെ മറ്റൊരു ആശുപത്രി കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു ആദ്യം. പിന്നീട് അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ദീർഘ ദിവസങ്ങൾ പിന്നെയും വെന്റിലേറ്ററിൽ കിടന്നു. എന്തായാലും ശരി, കുഞ്ഞ് ഇന്ന് ജീവനോടിരിപ്പാൻ കർത്താവ് സഹായിച്ചു. അതിന് ആ ജീവനോടിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു ആ കുഞ്ഞിന് വേണ്ടി. ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അയച്ചു തരികയും അങ്ങനെ നിങ്ങളെല്ലാവരും ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്ത് 4,40,000 രൂപ അങ്ങനെ കുഞ്ഞിന് അവിടെ കൊടുത്തു. അങ്ങനെ കുഞ്ഞിൻ്റെ ചികിത്സ, മുടങ്ങിപ്പോയ ചികിത്സ പുനരാരംഭിക്കാൻ കർത്താവ് സഹായിച്ചു. ഒത്തിരി നന്ദിയും ഒത്തിരി സന്തോഷവും എനിക്ക് ഒത്തിരി കടപ്പാടും നിങ്ങളോട് എല്ലാവരോടും എനിക്കുണ്ട്. ഇപ്പോൾ നമുക്ക് കുഞ്ഞിനെ ഒന്ന് കാണാം, കുഞ്ഞിൻ്റെ അമ്മയുടെ വാക്കുകളൊന്ന് കേൾക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇപ്പോൾ നമ്മുടെ ജോയൽ മോൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ജോയൽ മോൻ്റെ അമ്മ സംസാരിക്കും. ഇന്ന് കുഞ്ഞ് ഡിസ്ചാർജായി ഇപ്പോൾ ബന്ധുവീട്ടിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, ഇപ്പോൾ ജോയലിൻ്റെ അമ്മ സംസാരിക്കും. ഇത് ജോയലിൻ്റെ ചേച്ചിയാണുള്ളത്, അനിയത്തിയാണുള്ളത്, ചേച്ചിയല്ല അനിയത്തിയാണുള്ളത്. അപ്പോൾ ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ, ഈ അനിയത്തിയെ കണ്ടപ്പോൾ, ദീർഘ ദിവസങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ മോന് ഭയങ്കര സന്തോഷമായിരുന്നു. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള ഭവനവും സന്തോഷിക്കുന്നുണ്ട്. ഷീജ സംസാരിച്ചാട്ടെ. എൻ്റെ പേര് ഷീജ KM. ഞങ്ങൾ കുഞ്ഞിനെ കൊണ്ട് വന്ന് ഇനി ഫുഡൊക്കെ കൊടുക്കാൻ തുടങ്ങി. രാവിലെ അവർ പറഞ്ഞ് ഷെയ്ക്കാക്കി കൊടുക്കാൻ പറഞ്ഞ് ഷെയ്ക്കാക്കി കൊടുക്കുമായിരുന്നു. ഷെയ്ക്കായിട്ട് ചെല്ലുമ്പോൾ ചെറിയൊരു കുറുകുറുപ്പ്. പക്ഷെ അവൻ കഴിക്കുന്ന പോലെ തന്നെ ഏത്തപ്പഴം ഇന്ന് രാവിലെ ഒരെണ്ണം കഴിച്ചു. പുഴുങ്ങി കൊടുത്ത് അത് ഞാൻ വായിൽ ഉടച്ച് വെച്ച് കൊടുത്ത് അവനതൊക്കെ കഴിച്ചു. ചായയൊക്കെ ഇച്ചിരി കുടിച്ചു. പിന്നെ ഈ ട്യൂബ് ഒരാഴ്ചയുടെ കഴിഞ്ഞ് ഡോക്ടർ എടുക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ക്ലിയറായിട്ട് വെള്ളം കൂടി ഇനി കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ട്യൂബും എടുത്ത് കളയാം. ട്യൂബിൻ്റെ ഒന്നും ആവശ്യമില്ല. മോളെ ഒത്തിരി നാൾ കൂടിയിരുന്ന് അവൻ കാണുന്നത്. അപ്പോൾ അവളെ കണ്ടോണ്ടാന്ന് തോന്നുന്നു ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര സന്തോഷമായിരുന്നു. 4 മാസമായി ആശുപത്രി, 4 മാസം കഴിഞ്ഞു ഞങ്ങൾ ആശുപത്രിയിലെ ജീവിതം തുടങ്ങിയിട്ട്. പക്ഷേ മരിച്ചെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ തന്ന കുഞ്ഞിനെ ഇന്ന് എനിക്ക് എൻ്റെ കയ്യിൽ ഇങ്ങനെ ദൈവം തന്ന എനിക്ക് ഒത്തിരി നന്ദി. ഒരു വലിയൊരു സാക്ഷിയാണ്. നമ്മുടെ അമൃത ഹോസ്പിറ്റലിലെ ഡോക്ടർമാർക്ക് പോലും അത്ഭുതം സൃഷ്ടിച്ചൊരു കുഞ്ഞാണ് ജോയൽ. ഞങ്ങൾ ഡിസ്ചാർജ് ആകാൻ നേരം ICUന്ന് എല്ലാ ഡോക്ടേഴ്സും കുഞ്ഞിനെ കാണാൻ വന്നു. എല്ലാവരും വന്ന് പറഞ്ഞു, അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു, അതിന് ഫലം ദൈവം തന്നതാ, അമ്മ പ്രാർത്ഥിക്കണമെന്ന് എന്നോട് ഡോക്ടർമാരെല്ലാം പറയുമായിരുന്നു. കുഞ്ഞിന് വേണ്ടി നല്ലപോലെ പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ ICU കയറി മുട്ടുകുത്തി ഞാൻ ഇവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവർ വന്ന് കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ICUലോട്ട് കയറി ചെല്ലുമ്പോഴേ അവർ പറയും, ജോയലിൻ്റെ അമ്മയാ, ഗുഡ് മദർ വരുന്നുണ്ട്, ജോയലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വരുന്ന. ഞാൻ ICU കയറി അവന് വേണ്ടി പാട്ട് പാടും, പ്രാർത്ഥിക്കും. അങ്ങനെ ദൈവം എൻ്റെ കരങ്ങളിൽ എൻ്റെ കുഞ്ഞിനെ തന്നു. ഞാൻ മുട്ടുകുത്തിയതിൻ്റെ ഫലം എൻ്റെ കുഞ്ഞിന്ന് എൻ്റെ കരങ്ങളിൽ. ഒത്തിരി കഷ്ടപ്പെട്ടു. മൊത്തം ആശുപത്രിയിൽ 8,20,000 രൂപയായി കുഞ്ഞിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത്. ഞാൻ പൈസ പെൻഡിങ് ആയപ്പോൾ പാസ്റ്ററെ വിളിച്ച്, നമ്മുടെ സജി പാസ്റ്ററെ വിളിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് വിഷമം വന്നു. വയ്യാഴ്മയിലാണ് ഓടി വന്ന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വന്ന് പൈസ കിട്ടി. അവിടുന്ന് ഡിസ്ചാർജ് ആകാതെ അടച്ച് ഇറങ്ങാൻ പറ്റുമെന്നൊന്നും ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. അവർ ഒരു ഇളവും നമുക്ക് ചെയ്തു തരത്തില്ല. ഞാൻ പോയി ചോദിച്ചായിരുന്നു, പേഷ്യൻ്റ് സർവീസ് ഞാൻ ചെന്ന് ചോദിച്ചു, ഞങ്ങൾക്ക് കുറച്ചെങ്കിലും എമൗണ്ട് ഒന്ന് ഇളവ് ചെയ്തു തരാൻ പറ്റുമോ വെച്ചാൽ. ഇവന് കാലയിലിടുന്നതൊക്കെ ഇനി വാങ്ങിക്കാൻ കിടക്കുക. കാലയിലിടുന്നതിന് ഞാൻ കിട്ടിയ പൈസയിൽ 10,000 രൂപ അവിടെ അഡ്വാൻസും കൊടുത്തു. പിന്നെ സ്വന്തമായിട്ട് വീടൊന്നും ഇല്ല, ഞങ്ങൾക്ക് വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഇപ്പം അനിയത്തി താമസിക്കുന്നിടത്തോട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. അപ്പോൾ ലോങ് ഇവനെയും കൊണ്ട് പോകാൻ പാടായിരുന്നു. അപ്പം പിന്നെ അവിടുന്ന് ടാക്സി വിളിച്ച്, ഞാൻ തന്നെ ഉള്ളായിരുന്നു, ഞാൻ ടാക്സി വിളിച്ച് അനിയത്തിയുടെ അടുത്തോട്ട് വന്നു. ഇനിയും റാന്നിയിലാണ് കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അവിടോട്ട് പോകാമെന്നുള്ളൊരു ഇതിലാണ്.
അപ്പം വാടകയ്ക്ക് ഞങ്ങളൊരു വീടെടുത്ത് ഇന്നലെ ഞാൻ പോയി വാടകയ്ക്ക് ഒരു വീടെടുത്ത് സാധനമൊക്കെ അങ്ങോട്ട് കുറച്ചെടുത്ത് ഇട്ടിട്ടാണ് വന്നത്. ആദ്യം താമസിച്ചെടുത്തുനിന്ന് മാറി. ഇവര് പൊടിയൊന്നും പറ്റത്തില്ല. പൊടിയൊക്കെ അടിച്ചാൽ ഇവന് ശ്വാസം മുട്ടലും തുമ്മലും ഒക്കെ പിന്നെയും കൂടും. അന്നേരം പിന്നെ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് അനിയത്തിയുടെ വീട്ടിലോട്ട് അതിൽ കൊണ്ടുവരുന്നത്. അപ്പം ഞാൻ അന്നേരം അങ്ങോട്ട് പോകാമെന്നുള്ളൊരു തീരുമാനത്തിൽ എന്നെ ഒരുപാട് പേര് സഹായിച്ചു. എൻ്റെ കുഞ്ഞിനെ ഞങ്ങളെ സഹായിച്ച എല്ലാവരോടും, ആൻറ്റിമാരോടും എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുന്നു. എൻ്റെ കുഞ്ഞിന്ന് എൻ്റെ കരങ്ങളിലിരിക്കാൻ നിങ്ങളൊക്കെ പ്രാർത്ഥനയും എന്നെ സാമ്പത്തികമായിട്ട് സഹായിച്ചുകൊണ്ടൊക്കെയാണ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പലരും പറഞ്ഞു ഇവൻ ചെറിയൊരു ഡിസബിൾഡ് ആയതുകൊണ്ട് എനിക്ക് വിഷമമുണ്ട് ഞാൻ പറയുമ്പോൾ. ചെറിയൊരു ഡിസബിൾഡ് ആയതുകൊണ്ട് പലരും എന്നോട് സംസാരിച്ചു അവനൊരു ഡിസബിൾഡ് അല്ലേ, അവനെ നരയിപ്പിക്കണമെന്ന്. പക്ഷെങ്കിൽ എനിക്ക് ഡിസബിൾഡ് ആവുന്നതിൽ എൻ്റെ കുഞ്ഞിൻ്റെ മരണം വരെ എൻ്റെ കൺമുന്നെ കാണണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവരൊക്കെ പക്ഷേ പലരും പല ഇത് പറഞ്ഞു. എൻ്റെ കേൾക്കെ തന്നെ പലരും പറഞ്ഞു അവരെ കഷ്ടപ്പെടുത്തല്ല, പോട്ടെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ നീ എനിക്ക് തന്ന എൻ്റെ ഉദരഫലം ഇപ്പം എൻ്റെ കാര്യങ്ങൾ എൻ്റെ ദൈവം എനിക്ക് അവനെ വെച്ചത് എൻ്റെ കണ്ണീരിൻ്റെ മുന്നിൽ. ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ കുഞ്ഞ് ദൈവവേല ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ സങ്കീർത്തനം എനിക്ക് ഇവൻ്റെ അടുക്കാൻ ഞാൻ ചെന്ന് എപ്പോൾ ഒരു സങ്കീർത്തനം പൊട്ടിച്ചാലും 118 സങ്കീർത്തനമാണ് കിട്ടുന്നത്. അതിനകത്ത് എഴുതിയിട്ടുണ്ട് മരിക്കുകയില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ കുറിച്ച് വർണ്ണിക്കുന്നു. അതുപോലെ യഹോവ എന്നെ കഠിനമായി ശിക്ഷിച്ചാലും എന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. വീട് പണിയെ കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഞാൻ അങ്ങനെ വിശ്വസിക്കുക. എല്ലാവരും തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്തവരൊരു കർത്താവ് എൻ്റെ കുഞ്ഞിനെ മൂലക്കല്ലായി തെരഞ്ഞെടുത്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ദൈവത്തെ കുറച്ചുകൂടെ സ്നേഹിക്കാനും സഹായിക്കാനും ദൈവം ഒരു അവസരം തന്നു. ഒരുപാട് ബുദ്ധിമുട്ടിൽ എന്നെ എല്ലാവരും തള്ളി പറഞ്ഞാലും ദൈവം നമ്മളെ ചേർത്ത് പിടിച്ചു. ഇന്ന് എൻ്റെ കാര്യങ്ങളിൽ നിന്ന് ഫുഡ് കൊടുക്കുമ്പോഴെല്ലാം ഞാൻ പ്രാർത്ഥിച്ചിട്ട് അവന് ഫുഡ് കൊടുക്കുന്നത്. വീട്ടിൽ കൊണ്ടുവന്ന ഡോക്ടർമാർ പറഞ്ഞു വീട്ടിൽ കൊണ്ടുവന്ന കുറേ നിങ്ങൾ ശ്രദ്ധിക്കണം, ഫുഡ് കൊടുക്കുമ്പോഴാണെങ്കിലും ശ്രദ്ധിക്കണം. പക്ഷെ എനിക്ക് ഹോസ്പിറ്റലിനേക്കാളും ധൈര്യമാണ് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ അവന് ഫുഡ് കൊടുക്കാനും. ഫുഡ് കഴിക്കുമ്പോൾ അവൻ്റെ വായിൽ നിന്ന് സെക്രേഷൻസ് ഒക്കെ ഫുഡിൽ കൂടെ അങ്ങ് പോകും. പിന്നെ അവനൊരു കുറുകുറുപ്പോ അസ്വസ്ഥതയൊന്നുമില്ല. പിന്നെ മെഷീൻസ് ഒക്കെ കുറേ ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു. കഫം എടുക്കുന്ന മെഷീനും നെബുലൈസറും പിന്നെ ഓക്സിമീറ്ററും അങ്ങനെയുള്ളതൊക്കെ കുറേ ഞങ്ങൾ ഇതിനകത്തുനിന്ന് വാങ്ങിച്ചു. എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഞങ്ങളൊരു 45,000-50,000 രൂപയുടെ ഡിസ്ചാർജ് ആയി കഴിഞ്ഞ് 50,000 രൂപയുടെ അടുത്ത സാധനം കുഞ്ഞിന് കൊടുക്കാനുള്ള ഒരു പ്രോട്ടീൻ ഉൾപ്പെടെ മൊത്തം 45,000-48,000 രൂപയുടെ സാധനം ഞാൻ വാങ്ങിച്ചുകൊണ്ടാണ് പോരുന്നത്. എന്നുവെച്ചാൽ ഇവിടെ നമുക്ക് കിട്ടിയില്ലല്ലോ എന്ന് ഉള്ള ഇതിൽ എല്ലാം വാങ്ങിച്ചാണ് പോരുന്നത്. പിന്നെ മെഡിസിൻസ് ഒക്കെ ഞാൻ കുറച്ചൊക്കെ ഇവിടെ ഭയങ്കര വിലയാണ് അവിടെ. അവർ MRP റേറ്റ് അല്ലാതെ നമ്മളോട് അല്ലാതെ ഇവർ വാങ്ങിക്കും പൈസ. ഇപ്പോൾ ഒരു 1000 രൂപയുടെ ഇത് തന്നാൽ നമ്മളവിടെ ചെല്ലുമ്പോൾ 1250 രൂപയാണ് ബില്ല് ഇവർ അടിച്ചു തരും. അതുകൊണ്ട് നമ്മളവിടെ ചെല്ലുമ്പോൾ 1000 രൂപയുടെ സാധനം തന്നാൽ 1250 രൂപയാണ് അവിടെ ചെല്ലുമ്പോൾ. അതുകൊണ്ട് ഈ പിന്നെ മെഡിസിൻസ് ഒക്കെ നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തുന്ന ന്യൂറോ മെഡിസിനൊക്കെ ഇവിടെ നിന്ന് ഞാൻ വാങ്ങിച്ചു. അല്ലാതെ ഫീഡ് കൊടുക്കാനുള്ളത് അതൊക്കെ അവിടെ നിന്ന് തന്നെ അമൃതയിൽ നിന്ന് തന്നെയാണ് മെഷീൻസും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ചത്. എന്നാലും ഇത് മാസ്ക് എന്തായിരുന്നു വൈപ്പാപ്പ് നിങ്ങൾ ഒന്നെങ്കിൽ വാങ്ങിക്കണം, അല്ലെങ്കിൽ നിങ്ങളത് വാടകയ്ക്ക് എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞ. ഞാൻ ആ വൈപ്പാപ്പ് ഇവന് വെക്കുമ്പോൾ ഞാൻ അതേ കൈ വെച്ച് പ്രാർത്ഥിക്കും, ദൈവമേ ആ വൈപ്പാപ്പ് എൻ്റെ കുഞ്ഞിന് വെക്കല്ലോ, നീ കൊടുത്ത ശ്വാസം അവൻ സ്വന്തമായിട്ട് അവൻ ശ്വസിക്കുവാൻ എൻ്റെ ദൈവം അവനെ അനുഗ്രഹിച്ചതിനെ സ്തോത്രം. ഞാനവിടെ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കും. ഞാൻ ആരോട് സംസാരിക്കാനും പോകത്തില്ല, ഒന്നിനും പോകത്തില്ല. ഞാൻ എപ്പോഴും ബൈബിളും വായിച്ച് പാട്ടും പാടി കുഞ്ഞിൻ്റെ ഇടയ്ക്കലിരിക്കും. അങ്ങനെ എന്തായാലും ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. ആ വൈപ്പാപ്പ് ഫുള്ളായിട്ട് മാറ്റി. ആ വൈപ്പാപ്പ് വാങ്ങിക്കേണ്ടതായിട്ടോ വാടകയ്ക്ക് എടുക്കേണ്ടതായിട്ടോ ഒരു ഓക്സിജനും വേണ്ട. അവനിപ്പോൾ അത് തന്നെയാണ് ശ്വസിക്കുന്നത്. ഓക്സിമീറ്റർ തന്നിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് നോക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അതുപോലും എനിക്ക് വെച്ച് നോക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്. വെച്ചാൽ ദൈവത്തെ സംശയിക്കുവാണോ എന്ന് എനിക്ക് പേടി വരും. അതുകൊണ്ട് അത് തന്നെ അങ്ങനെ വെച്ച് നോക്കാറില്ല. ഇത്രയും ബെറ്ററായിട്ടിരിക്കും. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്.
എന്നാലും കശിക്ക് ചിരിയൊന്നും വരുന്നില്ല. നമ്മൾ ആരെങ്കിലും പ്രായമുള്ളവർ അവൻ്റെ അടുത്തൊന്ന് മാറി അവന് വിഷമം, അവന് പേടിയാ, അവനെ നീ ദ്രോഹിക്കുമോ ആരെങ്കിലും അതെന്നുള്ളൊരു ടെൻഷനൊക്കെയാണ്. ഇപ്പം എൻ്റെ കയ്യിലിരുന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങുക. ICU എന്നൊക്കെ ഇറങ്ങിയാണ്ട് രാത്രി ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാത്രി ഈ വെട്ടം എപ്പോഴും കണ്ട് 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 രാത്രിയിലും ഉണർന്നിരിക്കും, എന്നിട്ട് പകല് കിടന്നുറങ്ങും. സഹായിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. എനിക്ക് വേണ്ടി എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും, എന്നെ സാമ്പത്തികമായിട്ട് സഹായിച്ചവർക്ക് ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഒരുപാട് 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 നന്ദിയുണ്ട്. ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്കും കുഞ്ഞിനും വേണ്ടി എൻ്റെ കുടുംബത്തിനും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. മൂത്ത മോൻ 10 എഴുതി. മൂത്ത മോനെ ഞാൻ അവിടെ ഒരു കൗൺസിലിംഗ് സെൻ്ററിൽ അഡ്മിറ്റ് ചെയ്ത 10 എഴുതിച്ച് മോൻ പാസ്സായി. ടെൻഷനായിരുന്നു സത്യം പറഞ്ഞാൽ. അവൻ കുഞ്ഞിന് വയ്യാതായപ്പം എക്സാം എഴുതുന്നില്ലെന്ന് പറഞ്ഞ് കരഞ്ഞായിരുന്നു. പഠിക്കത്തൊന്നുമില്ലായിരുന്നു. ഞാൻ പഠിക്കുന്നില്ല മമ്മി, എനിക്ക് സഹിക്കാൻ വയ്യ, എൻ്റെ കുഞ്ഞില്ലാതെ ഞങ്ങളെങ്ങനെ ജീവിക്കും, എൻ്റെ അനിയനില്ലാത്തൊരു ജീവിതം എനിക്ക് ജീവിക്കാൻ വയ്യ എന്നൊക്കെ എൻ്റെ മോൻ പറയായിരുന്നു. എന്തായാലും ദൈവം അവനെ അവിടെ കാത്തു. ഫുൾ A+ ഒന്നും വാങ്ങിച്ചില്ല. എന്ന് വെച്ചാൽ അവന് ആ ഒരു സമയത്ത് എനിക്കറിയായിരുന്നു അവനാ ടെൻഷനാ, പഠിക്കാതെ ചെന്ന്. ടീച്ചർമാർ പോലും പറഞ്ഞു ജോഷിന് ഭയങ്കര ടെൻഷനാ, അവൻ പരീക്ഷയിലാണ് ജയിക്കുമോ എന്ന് തന്നെയാണ് സംശയം. എന്നുവെച്ച് പറഞ്ഞു ഒരു കാര്യം ചെയ്യുക, അവനെ സ്ക്രൈബ് എഴുതിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ടീച്ചറെ, അവൻ സ്ക്രൈബ് തന്നെ നല്ലപോലെ വായിക്കുകയും എഴുതുകയും നല്ലപോലെ പഠിക്കുന്ന കുഞ്ഞ, അവനെ സ്ക്രൈബ് എഴുതിച്ചാൽ +2 തന്നെ എഴുതിയെടുത്താൽ മതിയെന്ന്. പക്ഷെ അവർക്ക് ആ ഒരു വാല്യൂ കിട്ടത്തില്ല സ്ക്രൈബ് എഴുതിയാൽ. എന്നുവെച്ച് ലാസ്റ്റ് എന്നോട് വിളിച്ച് കരഞ്ഞു, മമ്മി എന്നെ ഞാൻ സ്ക്രൈബ് തന്നെ എഴുതാം, ഒരാളെ വെച്ച് എഴുതിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല മോനെ, മോൻ എഴുതണം, പ്രാർത്ഥിക്കണം, മോൻ പ്രാർത്ഥിച്ചുകൊണ്ട് മോൻ 10 പാസ്സാകുമെന്ന് പറഞ്ഞു. അത് ഞാൻ ഒരു പരീക്ഷയ്ക്ക് പോലും അവൻ്റെ കൂടെ ഇല്ലായിരുന്നു. അവന് കൗൺസിലിംഗ് സെൻ്ററിൽ നിന്ന് എന്നെ വിളിച്ച് ഓരോ ദിവസം കരയും. എൻ്റെ മമ്മിയെ ഓർക്കാനായിട്ട് ഞാൻ ഓരോ സാധനം എടുത്തു വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് അവൻ എന്നെ വിളിച്ച് കരയുമായിരുന്നു. പക്ഷെ എൻ്റെ ദൈവം അവിടെ അവനെ സഹായിച്ചു. അങ്ങനെ മാർക്ക് ഫുൾ A+ ഒന്നും കിട്ടാതെന്നപ്പോൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, മമ്മി മാർക്ക് കുറവാ. എന്നിട്ട് ഞാൻ പറഞ്ഞു മോനെ വിഷമിക്കണ്ട, മോൻ ജയിച്ചല്ലോ, അത് മതി, ദൈവം അത്രയും കാത്തില്ലേ എന്ന് ചോദിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പഠിക്കാതെ എഴുതിയെടുത്തതാ. ഇപ്പം വെച്ചാൽ ഇവൻ്റെ കാര്യത്തിൽ ടെൻഷനായിരുന്നു, കുഞ്ഞിന് ഇത്ര സീരിയസ് ആണെന്ന് എല്ലാം അവനറിയായിരുന്നു. അപ്പോൾ ആ ഒരു ടെൻഷനിലും അവൻ അത്ര എഴുതിയെടുത്ത് പാസ്സായി. അവന് വേണ്ടി പ്രാർത്ഥിക്കണം. അതിന് ഒരുപാട് എല്ലാവരെയും സഹായിച്ചു. അവിടുത്തെ പൈസയും കൊടുക്കാൻ പറ്റി. ഇവിടെ എനിക്ക് ഇവന് കിട്ടിയ പൈസയെന്ന് ഞാൻ അവിടെ കടം എഴുതി വെച്ചിട്ട് അവനെ ഡിസ്ചാർജ് ചെയ്തത്. ഇത്ര ദിവസത്തിനുള്ളിൽ അടച്ചോളാമെന്ന് പറഞ്ഞു. കുഞ്ഞിന് കിട്ടിയ പൈസ ഞാൻ 27,000 രൂപ പെൻഡിങ് ഉണ്ടായിരുന്നു, അതും അടച്ചു. എന്നെ സഹായിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഇനി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി മുന്നോട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇത്രയും കാത്ത ദൈവം ഇനിയും കാക്കും. എനിക്കൊരു ജോലിക്കോ കാര്യത്തിനൊന്നും ഇപ്പോൾ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. എൻ്റെ കുഞ്ഞിനെ നോക്കണം, എനിക്ക് അവന് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, സാക്ഷി പറയാമെന്നും ഒക്കെ ഞാൻ ദൈവനാമത്തിലോട്ട് ഇറങ്ങി തിരിച്ചോളാമെന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതെല്ലാം അതുപോലെ മുന്നോട്ട് നടക്കുവാനും എല്ലാവരും പ്രാർത്ഥിക്കണം. എന്നെ സഹായിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നമ്മുടെ പാസ്റ്റർക്കും സജി പാസ്റ്റർ പള്ളിക്കുന്നിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. വെച്ചാൽ വയ്യാതിരുന്നിട്ട് ഓടി വന്ന്, എന്നാന്നേലും കുഞ്ഞിനെ കാണാൻ ഓടി വന്നു. ഒരു പ്രത്യേക സ്നേഹവും ഒരു കരുതലും ഒക്കെ കുഞ്ഞിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വിഷമിച്ച് നമ്മളൊരു കരഞ്ഞു പറഞ്ഞാൽ ഓടി വരും. എൻ്റെ കുഞ്ഞിന് വേണ്ടി ഓടി വന്ന പാസ്റ്റർക്കും എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. ഒരുപാട് ഒരുപാട് നന്ദി. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവൾ 4ാം ക്ലാസ്സിലാണ്, പരീക്ഷയൊന്നും എഴുതിയില്ല. അവളെ സ്കൂളിൽ വിടാനോ ഒന്നും ആരും ഇല്ലായിരുന്നു. എല്ലാവരുടെയും ഇടയ്ക്ക് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാവരും ഒക്കെ ഇട്ടു നോക്കാനൊക്കെ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ കാണിച്ചു. എന്നാലും ദൈവം അവിടെല്ലാം ഉണ്ടായിരുന്നു. ആരെല്ലാം നമ്മളെ മാനിച്ചില്ലല്ലോ, മാനിക്കുന്നൊരു ദൈവം ഉണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞിനെ 4 മാസത്തിന് ശേഷം കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടത്. ഇടയ്ക്ക് കൗൺസിലിംഗ് സെൻ്ററിൽ പോയി. മൂത്ത മോനെ ഇവൻ വെന്റിലേറ്ററിലായിരുന്നപ്പോൾ ഞാൻ ഓടിപ്പോയിന്ന് കണ്ടേച്ചു വന്ന് അവൻ കരച്ചിലാന്നൊക്കെ പറഞ്ഞപ്പം പിന്നെ അവനെ എല്ലാവരും ഇന്നലെയാണ് കാണുന്നത്. കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടു. ഒരുപാട് സന്തോഷമായി. ദൈവം ഇത്രയും നമുക്ക് ഒരുപാട് സങ്കടം ഉണ്ടായാലും ഒരു സന്തോഷിക്കാൻ ഒരു ദിവസം ദൈവം തന്നല്ലോ, അതുകൊണ്ട് ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. മൂത്ത മോന് ഇച്ചിരി ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ട്. അവന് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അവന് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവരോടും ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു. പ്രിയ നമ്മൾ ഷിജയുടെ വാക്കുകൾ കേട്ടല്ലോ.
കാര്യത്തോടെ പറയാൻ മനസ്സിനകത്ത് ഞാനൊരു ആഗ്രഹം വരികയാണ്. കുഞ്ഞിനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്ന കാര്യത്തെക്കുറിച്ച് മെഡിക്കൽ കോളേജിൽ പറഞ്ഞപ്പോൾ അവനത് മനസ്സിലായി. അത് മാറ്റാൻ പോവുകയാണ്, കാരണം താൻ മരിക്കാൻ പോവുകയാണെന്ന് മനസ്സിലായപ്പോൾ അവന് കണ്ണു തുറച്ച് പേടിയോടുകൂടി അമ്മയെ നോക്കി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നി. കാരണം എല്ലാ അമ്മമാർക്കും അവരവരുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും വലുതാണ്. എല്ലാ മനുഷ്യജീവനും വലുതാണ്. അത് രോഗമുണ്ടാകാം, രോഗമില്ലാതിരിക്കാം. നമ്മളൊക്കെ വലിയ രോഗികളല്ലാതിരിക്കുന്നതും ജനിച്ചതും ഒക്കെ ആ ദൈവത്തിൻ്റെ കൃപയാണ്. പക്ഷെ രോഗാവസ്ഥയിലൂടെ ആയിപ്പോയ കുഞ്ഞുങ്ങളെ അവർക്കും ജീവനുണ്ട്, അവർക്കും വേദനയുണ്ട്, അവർക്കും കണ്ണുനീരുണ്ട്, അവർക്കും ചിന്തകളുണ്ട്, അവരുടെ ഉള്ളിലും വലിയൊരു ആത്മാവുണ്ട്. അത് മനസ്സിലാക്കിയാണ് നിങ്ങൾ എല്ലാ പ്രിയമുള്ളവരും ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ചെയ്തത്. എല്ലാവർക്കും പ്രത്യേകമായ നന്ദി ഈ സമയത്ത് ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. നമുക്ക് എത്ര രൂപയായിരുന്നു കിട്ടിയത്? 4,40,000 രൂപ എല്ലാ പ്രിയമുള്ളവരും അയച്ചു കൊടുത്തു. ഒരുപാട് പേര് അതിന് മുമ്പ് സഹായിച്ചിട്ടുണ്ട്. എല്ലാ സഹായങ്ങളും നിലച്ച് എല്ലാ ഉറവകളും പറ്റിക്കഴിഞ്ഞപ്പോൾ ഇനി മുന്നോട്ട് സ്റ്റെപ്പ് ഒരു 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 ചുവട് പോലും വെക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് നമ്മൾ ഈ കുഞ്ഞിനെ സഹായിച്ചത്. സാധാരണ നിലയിൽ ഞാൻ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ എടുക്കാൻ പോകുമ്പോൾ ഏതെങ്കിലും സഹായങ്ങൾ ഇവിടെ നിന്ന് കിട്ടുന്ന സാഹചര്യമുണ്ടെങ്കിൽ ഞാനത് ഒഴിവാക്കാറാണുള്ളത്. ആരും സഹായിക്കാനില്ലാത്ത പ്രിയമുള്ളവരെയാണ് ഞാൻ സഹായിക്കുന്നത്, ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. എന്തായാലും എല്ലാവർക്കും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം.